നമ്മൾ ശ്വസിക്കുന്ന ഈ പ്രാണവായു പെട്ടെന്നൊരു ദിവസം മൊത്തം വിഷവാതകമായിട്ട് മാറിയാൽ എങ്ങനെയിരിക്കും? ഏതാണ്ട് 200 കോടി വർഷം മുമ്പ് ഭൂമിയിൽ അത്തരമൊരു അവസ്ഥ ഉണ്ടായി. അതുവരെ ജീവിച്ചിരുന്ന ജീവിവർഗങ്ങൾ ഏതാണ്ട് നല്ലൊരു പങ്കും ഈ വിഷവാതകത്തിൻ്റെ സാന്നിധ്യം കാരണം മണ്ണടിഞ്ഞുപോയി. അതിനുശേഷം പുതിയതായി രൂപം കൊണ്ട ഈ വിഷവാതകത്തോട് യോജിച്ച ശാരീരിക പ്രത്യേകതകളുമായിട്ടുണ്ടായ ജീവിവർഗങ്ങളാണ് പിന്നീട് ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചത്, നമ്മൾ ഉൾപ്പെടെ. ആ വിഷവാതകം മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് പ്രാണവായു എന്ന് വിളിക്കുന്ന ഓക്സിജൻ ആണ്. ഗ്രേറ്റ് ഓക്സിജനേഷൻ ഈവൻ്റ് എന്നും ഓക്സിജൻ ഹോളോകാസ്റ്റ് എന്നുമൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ സംഭവത്തിന് ഭൂമിയിലെ ജീവിവർഗങ്ങളുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇതുപോലെ ഒരുപക്ഷെ അധികമാരും അറിയാതെ പോയ ജീവൻ്റെ ചരിത്രത്തിലെ ചില നാഴികക്കല്ലുകളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മൾ ഇന്ന് ബുക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് ലൈഫ് അസെൻഡിങ് എന്നാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നിക്ക് ലെയ്ൻ എന്ന പരിണാമ ജീവശാസ്ത്രജ്ഞനാണ്. നിക്ക് ലെയ്ൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ UCL അവിടുത്തെ ഒരു ഗവേഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പരിണാമ ജീവശാസ്ത്രം തന്നെയാണ്, എവല്യൂഷണറി ബയോളജി. പക്ഷേ അദ്ദേഹം അവിടെ ഒരു പ്രത്യേക സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ആ സെൻറ്റർ ഫോക്കസ് ചെയ്യുന്നത് ജീവൻ്റെ ഉൽപ്പത്തിയിലും അതിൻ്റെ പിന്നീടുള്ള വികാസത്തിലും ആണ്. നിക്ക് ലെയ്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം വെറും ഒരു ജീവശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറം ഒരു പോളിമാത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ജീവശാസ്ത്രവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലാത്ത പല മേഖലകളിലും വൈദഗ്ധ്യമുള്ള ആളാണ്. ബയോകെമിസ്ട്രി, ജിയോളജി, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഡീപ് സീ ജിയോളജി എന്ന് വിളിക്കുന്ന വളരെ ആഴമുള്ള സമുദ്ര അടിത്തട്ടിലെ ഭൂഗർഭശാസ്ത്രം, ജിയോളജി, അതിൽ വൈദഗ്ധ്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഫിസിക്സിലും വൈദഗ്ധ്യമുണ്ട്. അങ്ങനെ പല മേഖലകളിലൂടെ അദ്ദേഹം വൈദഗ്ധ്യം നേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ജീവൻ്റെ ചരിത്രത്തിലെ 10 പ്രധാന കണ്ടെത്തലുകളെ, ഇൻവെൻഷൻസിനെ പരിചയപ്പെടുത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അധ്യായങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. കാരണം ഈ 10 കണ്ടെത്തലുകളെയും വെവ്വേറെയായിട്ട് തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുകൊണ്ടും ഇവ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടും അധ്യായങ്ങളിലൂടെയുള്ള പോക്കായിരിക്കും പുസ്തകത്തെ പരിചയപ്പെടാൻ ഉചിതമായിട്ടുള്ളത്. ആദ്യം ദ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന അധ്യായം, അത് കഴിഞ്ഞ് DNA. ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവനെ ജീവനാക്കുന്നത്, ജീവികളെ ജീവികളാക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് ഏതാണ്ട് സമഗ്രമായിട്ടുള്ളൊരു ഉത്തരമാണ് ഇത് രണ്ടും നമുക്ക് തരുന്നത്. പൊതുവിൽ ഒരുപക്ഷെ സ്കൂൾ ക്ലാസ് മുതലേ നമ്മളെല്ലാം കേട്ട് പരിചയിച്ചിട്ടുള്ളത് പ്രൈമോഡിയൽ സൂപ്പ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ജീവൻ്റെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട്. യുറേ മില്ലർ എന്നീ 2 ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണം വളരെ സുപ്രസിദ്ധമാണ്. അതായത് ആദ്യകാല ഭൂമിയിലെ സാഹചര്യങ്ങൾ ലബോറട്ടറിയിൽ പുനഃസൃഷ്ടിക്കുകയും അന്നത്തെ ഇടിമിന്നലിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇലക്ട്രിക് സ്പാർക്കുകൾ സിമുലേറ്റ് ചെയ്യുകയും ചെയ്ത ശേഷം അതിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ ആ ദ്രാവകത്തിൽ, അതിനെയാണ് പ്രൈമോഡിയൽ സൂപ്പ് എന്ന് വിളിക്കുന്നത്, അവിടെ ഈ ഇലക്ട്രിക് സ്പാർക്കിൻ്റെ സാന്നിധ്യത്തിലാണ് ജീവന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ജീവൻ്റെ ഉൽപ്പത്തിക്ക് നിദാനമായിട്ടുള്ള തന്മാത്രകൾ ആദ്യമായി ഉണ്ടായതെന്നാണ് ആ പരീക്ഷണം പൊതുവെ പറയുന്നത്. അപ്പോൾ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ 400 കോടി വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ്. നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് അസാധ്യമാണെന്ന് തന്നെ പറയുകയും വേണം. നിക്ക് ലെയ്ൻ ഈ പ്രൈമോഡിയൽ സൂപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം വാദിക്കുന്നത്, ഒരുപക്ഷെ സൈദ്ധാന്തികമായി തെളിയിക്കാൻ ശ്രമിക്കുന്നത്, കടലിൻ്റെ അടിത്തട്ടിൽ ഭൂമിയുടെ അകഭാഗങ്ങളിൽ നിന്നും, അതിനെ നമുക്കറിയാമല്ലോ ഭൂമിയുടെ ഉൾഭാഗം പൊതുവിൽ ചൂട് പിടിച്ച അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഭൂവൽക്കത്തിലെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചില വിടവുകളിലൂടെ ഈ അകത്തെ താപോർജ്ജം, തെർമൽ എനർജി പുറത്തേക്ക് വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് വെള്ളത്തിനടിയിലാകുമ്പോൾ അവയെ നമ്മൾ വിളിക്കുന്നത് ഹൈഡ്രോ തെർമൽ വെൻറ്റ് എന്നാണ്. അപ്പോൾ സമുദ്രാന്തർഭാഗങ്ങളിലുള്ള ചില ഹൈഡ്രോ തെർമൽ വെൻറ്റുകളിലാണ് ആദ്യമായിട്ട് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എന്നാണ് നിക്ക് ലെയ്ൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ആദ്യം ജീവൻ ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ഊർജം ആഗിരണം ചെയ്ത് സ്വയം സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തന്മാത്രകളുടെ രൂപീകരണമാണ്. അപ്പോൾ ഹൈഡ്രോ തെർമൽ വെൻറ്റുകളിൽ സ്വാഭാവികമായി ഭൂമിയുടെ ഉള്ളിൽ നിന്നും വരുന്ന ഊർജ്ജത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന ചില തന്മാത്രകൾ ഈ അവയോട് ചേർന്നുള്ള പാറകളിൽ ഒട്ടിയിരുന്ന് സ്ഥിരത കൈവരിച്ചെടുത്തു നിന്നാണ് ഇതിൻ്റെ തുടക്കമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതിനുശേഷം ഈ പ്രക്രിയ മുമ്പോട്ട് പോകുമ്പോൾ ഈ
ലിപ്പിഡ് ലെയർ എന്ന് വിളിക്കുന്ന ഈ ലിപ്പിഡ് ലെയറിൻ്റെ പ്രത്യേകത അതിന് ജലത്തെ വികസിക്കാനുള്ള ഒരു പ്രവണതയാണുള്ളത്. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണയോടൊക്കെ സമാനമായിട്ടുള്ള തന്മാത്രകളാണ്. എണ്ണ ഒരു തരത്തിൽ ലിപ്പിഡാണെന്ന് നമുക്ക് പറയാം. ഈ ബൈ ലിപ്പിഡ് ലെയർ എന്ന് വിളിക്കുന്ന രണ്ട് വശത്തേക്കും ലിപ്പിഡുകൾ തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം, ഒരു മെംബ്രെയിൻ ഉണ്ടായി അതിനുള്ളിൽ ഈ തന്മാത്രകൾ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തന്മാത്രകൾക്ക് ഊർജ്ജം സ്വീകരിക്കാനും സ്വന്തമായിട്ട് സസ്റ്റെയിൻ ചെയ്യാനും നിലനിൽക്കാനുമുള്ള ശേഷി കൂടുകയും പുറമേ നിന്നുള്ള പ്രശ്നങ്ങളൊന്നും അകത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ളിലൊരു സന്തുലന അവസ്ഥ നിലനിർത്താൻ അതിന് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായി ജീവകോശങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് നിക് ലെയ്ൻ ഇവിടെ വാദിക്കുന്നത്. ആ ഉള്ളിലുള്ള തന്മാത്രകൾക്ക് പിന്നെയും പതിയെ മാറ്റങ്ങൾ സംഭവിക്കുകയും അവയ്ക്ക് സ്വയം സസ്റ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ലഭിച്ചാൽ പിന്നെ ഈ വെൻറ്റുകളോട്, ഹൈഡ്രോതെർമൽ വെൻറ്റുകളോട് ചേർന്ന് ഒട്ടി നിൽക്കേണ്ട ബാധ്യത അവയ്ക്കില്ല. അവയ്ക്ക് അവിടെ നിന്നും പുറത്തേക്ക് പോകാം, സ്വന്തം കോപ്പികൾ ഉണ്ടാക്കാം. സ്വയം പകർപ്പെടുക്കാൻ കഴിയുന്ന തന്മാത്രകൾ കൂടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്നാണ് ജീവൻ തുടങ്ങുന്നത്. ഈ സ്വന്തം കോപ്പി എടുക്കാനുള്ള കഴിവ് ഒന്ന് ഊഹിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി ഈ തന്മാത്രകൾക്ക് ഭൂമിയിൽ മുഴുവൻ ആധിപത്യം സ്ഥാപിക്കാൻ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ തന്മാത്രകളിൽ തന്നെ RNA, DNA എന്നൊക്കെ പറയുന്ന പലതരം തന്മാത്രകളുണ്ട്. റൈബോക്സി ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNA. അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA. ഇന്നും ഭൂമിയിലെ ജീവജാലങ്ങളുടെ എല്ലാം അവയുടെ അസ്തിത്വം സൂക്ഷിക്കുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഈ RNA, DNA തന്മാത്രകളെയാണ്. നമ്മളെപ്പോലുള്ള വലിയ ജീവികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഭൂമിയിലെ ജീവികൾ ഭൂരിഭാഗവും DNA ആണ് അതിനുപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ചില വൈറസുകളും അങ്ങനെയുള്ള പല സൂക്ഷ്മജീവികളും RNAയും ഇതേ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കോവിഡ് പാൻഡമിക്കൊക്കെ വന്നപ്പോൾ ആ വൈറസിൻ്റെ RNAയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തത് പലരും ഓർക്കുന്നുണ്ടാവും. കാരണം നമുക്ക് DNA എങ്ങനെയാണോ അതുപോലെയാണ് പല വൈറസുകൾക്കും RNA. അപ്പോൾ ഈ 2 അധ്യായങ്ങളിലൂടെ അദ്ദേഹം ഈ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയും ഇതിന് നിരവധി തെളിവുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു കഥയായിട്ടല്ല അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് അടുത്ത 2 അധ്യായങ്ങൾ. അപ്പോൾ ജീവൻ ഉണ്ടായി, അതിൻ്റെ ബ്ലൂ പ്രിൻറ്റിനും സാധ്യതകളുണ്ടായി. അത് കഴിഞ്ഞ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതിനെ മറ്റൊരു നാഴികക്കല്ലായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. പ്രകാശ സംശ്ലേഷണം നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുക ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ചെടികൾക്ക് മാത്രം കഴിയുന്ന, അല്ലെങ്കിൽ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്രിയ ആണെന്നാണ്. പക്ഷേ അതത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ജീവൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരുന്നു ഫോട്ടോസിന്തസിസ്. എന്ന് വെച്ചാൽ ഫോട്ടോ പ്രകാശം, സിന്തസിസ് സംശ്ലേഷണം, പ്രകാശത്തിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യപ്രകാശത്തെയാണ്. നമ്മൾ ആദ്യമായിട്ട് സോളാർ പവറിനെ ഉപയോഗിക്കാൻ ഭൂമിയിലെ ജീവിവർഗ്ഗങ്ങൾ പഠിക്കുന്നത് ഫോട്ടോസിന്തസിസിലൂടെയാണ്. അത് സസ്യങ്ങളിലൂടെ ആയിരുന്നില്ല. സസ്യങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും വളരെ മുമ്പ് സയാനോ ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്ന ചില ബാക്ടീരിയകളാണ് ഈ കഴിവ് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക സംഭവം കൂടി ഉണ്ടായി. 2 ജീവിവർഗ്ഗങ്ങൾ, നമ്മൾ ജീവിവർഗ്ഗം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ പോലെ ആനയും കുതിരയും ഒന്നും മനസ്സിൽ വരരുത്. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പാണ്. എല്ലാം വളരെ പ്രിമിറ്റീവായിട്ടുള്ള ജീവികളാണ്. അവിടെയാണ് മൈറ്റോകോൺട്രിയ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു കോശ അംഗം, അതായത് നമ്മുടെയൊക്കെ കോശങ്ങൾക്കുള്ളിലുള്ള ഒരു സെൽ കമ്പോണൻ്റാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയ ഒരു കാലത്ത് ഒരു സ്വതന്ത്ര ജീവിയായിരുന്നു. അതെങ്ങനെയോ മറ്റൊരു ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടി. ബാക്ടീരിയൽ സെല്ല് ഈ മൈറ്റോകോൺട്രിയയെ ഭക്ഷണമാക്കുന്നതിന് പകരം അവിടെ ഉരുത്തിരിഞ്ഞത് മറ്റൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. അതായത് മൈറ്റോകോൺട്രിയയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവുണ്ട്. അതിന് ഊർജ്ജം ഉണ്ടാക്കാൻ സാധിക്കും. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോണുകളുടെ ഒരു പ്രവാഹം സൃഷ്ടിച്ച് ഊർജ്ജം സൃഷ്ടിക്കാനുള്ള കഴിവ് മൈറ്റോകോൺട്രിയയ്ക്കുണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയ ഉണ്ടാക്കുന്ന ഊർജ്ജം വളരെ പ്രധാനപ്പെട്ട ഒരു ഊർജ്ജ സ്രോതസ്സാക്കി ഈ കോശത്തിന് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണ് ഈ വലിയ കോശങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അടുത്ത ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പേര് ദ കോംപ്ലക്സ് സെൽ എന്നാണ്. സങ്കീർണ കോശം. അപ്പോൾ സങ്കീർണമല്ലാത്ത കോശമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെപ്പോലുള്ള വലിയ ജീവികളുടെ എല്ലാം ശരീരത്തിൻ്റെ കോശങ്ങളുടെ ഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ജീവകോശവും ഒരു സങ്കീർണമായിട്ടുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചർ, ആന്തരഘടനയുള്ളവയാണ്. അതായത് അതിനുള്ളിൽ തന്നെ ഒരു കോശത്തിൻ്റെ ഒരു മർമ്മം, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, വേറെ ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ഒരു സിറ്റി മാനേജ് ചെയ്യുന്ന പോലെ പല പല വകുപ്പുകൾ, പല പല ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന രീതിയിലാണ് ഓരോ കോശവും പ്രവർത്തിക്കുന്നത്.
അവയാണ് നമ്മൾ സങ്കീർണ്ണ കോശം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബാക്ടീരിയയൊക്കെ പോലുള്ള ഒരു സൂക്ഷ്മജീവിയുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ജീവിയുടെ ശരീരം എന്ന് പറയുന്നത് ഒരു കോശം മാത്രമാണ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കോശം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ആന്തരിക ഘടനയോ അങ്ങനെയുള്ള സങ്കീർണതകളോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അത് സിമ്പിൾ സെൽ അല്ലെങ്കിൽ ഒരു ലളിത കോശമാണ്. അവിടെ നിന്നും ഈ പറഞ്ഞ നമ്മുടെയൊക്കെ ശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സങ്കീർണ്ണ കോശം ഉണ്ടാകുന്നത് അത്ര സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒന്നല്ല എന്നും ഇതുപോലെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് മൈറ്റോകോൺട്രിയ പോലുള്ള ഘടകങ്ങൾ കൂടി ചേർന്ന് സാധ്യമായ ഒന്നാണ് എന്നുമാണ് നിക്ക് ലെയ്ൻ ഇവിടെ വാദിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ കോംപ്ലക്സ് സെൽ എന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സയാനോ ബാക്ടീരിയകൾ എന്താണ് ചെയ്തത്? മൈറ്റോകോൺട്രിയകളുടെ സഹായത്തോടു കൂടി അവയ്ക്ക് സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോൺ പ്രവാഹം സൃഷ്ടിച്ച് ഊർജ്ജം ഉണ്ടാക്കാനുള്ള കഴിവ് വന്നു. പക്ഷേ ഈ പ്രക്രിയ ഊർജ്ജ ഉൽപ്പാദനത്തിനുള്ള ഒരു പുതിയ പ്രക്രിയയായിരുന്നു. ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ടുണ്ടാകുന്നത് ഓക്സിജൻ എന്ന് പറയുന്നൊരു വാതകമാണ്. അതിനു മുമ്പ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അത്രയൊന്നും പ്രധാനപ്പെട്ടതല്ലാതിരുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. ഈ പ്രക്രിയ ഉണ്ടായതോടുകൂടി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ ഓക്സിജൻ വന്ന് ചേരാൻ തുടങ്ങി. അപ്പോൾ അതുവരെ ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ മാത്രം ജീവൻ സാധ്യമായിരുന്ന ജീവിവർഗങ്ങളെല്ലാം ഈ ഓക്സിജൻ എന്ന പുതിയ വിഷവാതകത്തിൻ്റെ സാന്നിധ്യത്തിൽ നിലനിൽപ്പ് ഭീഷണി തന്നെ നേരിടാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഈവൻറ്റ് ഉണ്ടാകുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ കാൽഭാഗവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാതകമാണ് നമ്മുടെ പ്രാണവായുവായിട്ടുള്ള ഓക്സിജൻ. ഈ ഓക്സിജൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിനുശേഷം അതുവരെ ഉണ്ടായിരുന്ന ജീവിവർഗങ്ങളൊക്കെ ഇല്ലാതായി പോയി എന്നുണ്ടെങ്കിലും ഈ ഓക്സിജൻ ബൈ പ്രോഡക്റ്റായിട്ടുണ്ടാകുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ ജീവികൾക്ക് വളരെ മികച്ച ഒരു ഊർജ്ജ സ്രോതസ്സായിരുന്നു. ഇത് ജീവിവർഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയല്ല ചെയ്തത്, കൂട്ടുകയാണ്. അതിനുശേഷം ഭൂമിയിലെ ജീവിവർഗങ്ങളുടെ വൈവിധ്യം വളരെ പെട്ടെന്ന് കൂടാൻ തുടങ്ങി. ഇതിനെ നമ്മൾ കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയെ അടക്കി ഭരിക്കുന്ന ജീവിവർഗങ്ങളെല്ലാം സാധ്യമായത് തന്നെ ഈ പ്രക്രിയ ഭൂമിയിൽ ഉരുത്തിരിഞ്ഞതോടുകൂടിയാണ്. അപ്പോൾ സങ്കീർണ്ണ കോശവും സയാനോ ബാക്ടീരിയകൾ വികസിപ്പിച്ചെടുത്ത പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സും അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ജീവൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവായിരുന്നു. ഇനി അടുത്ത വഴിത്തിരിവ് അത് സെക്സ് ആണ്. നമുക്കറിയാം ഭൂമിയിലെ ജീവിവർഗങ്ങളിൽ സൂക്ഷ്മജീവികൾ ഭൂരിഭാഗവും പ്രത്യുൽപാദനം നടത്തുന്നത് അലൈംഗികമായിട്ടാണ്, എസെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ജീവിയുടെ അസ്തിത്വം നിർണ്ണയിക്കുന്ന അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് DNA RNA ആയിക്കൊള്ളട്ടെ, ആ തന്മാത്ര സ്വയം അതിൻ്റെ കോപ്പി എടുക്കാൻ കഴിവുള്ള തന്മാത്രയാണ്. അപ്പോൾ DNA അതിൻ്റെ തന്നെ കോപ്പി ഉണ്ടാക്കുന്നു. അതിൻ്റെ കൂടെ അത് 2 പുത്രികാകോശങ്ങൾ ഡോട്ടർ സെല്ലുകളായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് എസെക്ഷുവലായിട്ട് കോശങ്ങൾ വിഭജിക്കപ്പെടുന്നത്. അപ്പോൾ ഏകകോശ ജീവികൾ പലതും ബാക്ടീരിയയും അമീബയും ഒക്കെ ഇങ്ങനെയാണ് അതിൻ്റെ അടുത്ത തലമുറകളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന തലമുറകളുടെ പ്രത്യേകത ഈ അടുത്ത തലമുറയിൽ വരുന്ന ഡോട്ടർ സെൽസ് ആ മദർ സെല്ലിൻ്റെ സെയിം റെപ്ലിക്ക ആയിരിക്കും, അമ്മയുടെ അതേ പകർപ്പായിരിക്കും മക്കൾക്കും ഉണ്ടാവുക. ഇനി ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ 2 ജീവികൾ സഹകരിച്ചാലേ അടുത്ത തലമുറ ഉണ്ടാകൂ. ഇതിൽ ഓരോ ജീവിയും അവരുടെ ജനിതകത്തിൻ്റെ പപ്പാതിയാണ് അടുത്ത തലമുറയിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഇത് നമ്മളൊന്ന് മാറി നിന്ന് നിരീക്ഷിച്ചാൽ കുറച്ച് കോംപ്ലിക്കേഷൻ കൂടിയ പ്രക്രിയയാണ് എന്ന് കാണാൻ പറ്റും. കാരണം അമീബയുടെയൊക്കെ പ്രത്യുൽപാദനം വളരെ ലളിതമാണ്. ആ അമീബ കോശം മാത്രം തീരുമാനിച്ചാൽ മതി അതിൻ്റെ അടുത്ത തലമുറ ഉണ്ടാകാൻ. പക്ഷേ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ തലമുറ ഉണ്ടാക്കേണ്ട ജീവികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിക്ക് അതിൻ്റെ തലമുറകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല, മറ്റൊരു ജീവി കൂടി ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അതിനകത്ത് സങ്കീർണതകളുണ്ട്. പക്ഷേ അപ്പോഴും ഭൂമിയിലെ പരിണാമത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ തലമുറകളെ ഉണ്ടാക്കുന്ന ജീവികൾക്ക് വലിയ മേൽക്കൈ വന്നിട്ടുണ്ട്. അത് ഒരുപാട് റിസ്കി ആയിട്ടുള്ള പ്രക്രിയ ആയിരുന്നിട്ട് കൂടി. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് ഈ റിസ്കിന് അനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് ബെനിഫിറ്റ്? അവിടെയാണ് പാരസൈറ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിവർഗങ്ങളുടെ ചരിത്രത്തിൽ എപ്പോഴും ഊർജ്ജത്തിന് മറ്റൊരു ജീവിയെ ആശ്രയിക്കുക എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ പാരസൈറ്റുകൾ, പരാത ജീവികൾ എപ്പോഴും മറ്റ് കോശങ്ങളെ ആക്രമിക്കാനും അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കാനും നോക്കും. പക്ഷേ പാരസൈറ്റുകൾക്ക് ഒരു ജീവിയെ കീഴ്പ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ പാരസൈറ്റുകൾക്ക് ആ ജീവിയുടെ ശരീരത്തിൽ കടന്ന് അതിനെ ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാരസൈറ്റ് ജീവിക്ക് മറ്റേ ജീവിയുടെ ജനിതക ഘടനയിലെ എന്തെങ്കിലും ലൂപ്പ് ഹോൾ പ്രയോജനപ്പെടുത്താനുള്ള കഴിവുണ്ടാകണം. ഈ ജീവികളെല്ലാം തന്നെ പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജീവിക്ക് മറ്റൊരു ജീവിയെ പരാതമാക്കാനുള്ള ഒരു
ശേഷി കിട്ടിയാൽ അതോടുകൂടി അവിടെ ഒരു പൂട്ട് തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരസൈറ്റുകൾക്ക് അത് വശംവദരാകും. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു തലമുറയും അതിന് മുന്നത്തെ തലമുറയുടെ അതേ പകർപ്പല്ല, അത് കലർപ്പാണ്. അതായത് രണ്ട് ജീവികളുടെ ജനിതകങ്ങൾ മിക്സ് ചെയ്യപ്പെട്ടിട്ടാണ് അടുത്ത തലമുറ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ ശരീരത്തെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ആ പൂട്ട് തുറക്കാനുള്ള താക്കോല് കയ്യിലുള്ള ഒരു പാരസൈറ്റിന് മക്കളെ അതുപോലെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം മാതാപിതാക്കളുടെ അതേ കോപ്പി അല്ല മക്കൾ, അവയുടെ മിശ്രണമാണ്. ഇതൊരു വലിയ ഗുണമാണ് ജീവിവർഗങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത് ചലനമാണ്. ഈ ചലനത്തിൻ്റെയും പ്രത്യേകത ഒരിടത്ത് തന്നെ സ്ഥിരമായി ഇരുന്നു കൊണ്ട് വിഭവങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ തീർച്ചയായിട്ടും വലിയ വിപ്ലവമാണല്ലോ സഞ്ചരിക്കാൻ കഴിയുന്ന, ചലിച്ച് സ്വയം നീങ്ങാൻ കഴിയുന്ന ജീവികൾ. നമ്മൾ പലപ്പോഴും ചെടികളെയും മറ്റ് മൃഗങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന വ്യത്യാസം അതാണ്. ചെടികൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഇല്ല, ചെടികൾക്ക് വളർച്ച മാത്രമേ ഉള്ളൂ. എന്നാൽ ജന്തുക്കൾക്ക് ചലിക്കാൻ കഴിയും. അവയ്ക്ക് ഭീഷണികളിൽ നിന്നും ഒഴിഞ്ഞു മാറാനും വിഭവങ്ങൾക്ക് നേരെ പോകാനും ഉള്ള കഴിവുണ്ട്. ഈ ചലനം നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് മസിലുകളിലെ, പേശികളിലെ വൈദ്യുത സംഭവങ്ങൾക്ക്, വൈദ്യുത സ്പന്ദനങ്ങൾക്ക് ഉണ്ട്. ഇത് ഒരു നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് പരിണാമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ. അപ്പോൾ ചലിപ്പിക്കാൻ സഹായിക്കുന്ന പേശീചലനത്തിന് സാധ്യമാകുന്ന പല പ്രോട്ടീൻ തന്മാത്രകളും ഈ തരത്തിലുള്ള ഊർജ്ജ ഉപയോഗം, നമ്മൾ നേരത്തെ പറഞ്ഞ നിക്ലെയിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ബയോ എനർജറ്റിക്സ് ആണ്. അപ്പോൾ ഈ ഊർജ്ജ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം ഇതിൽ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചലനം കൂടി കഴിഞ്ഞാൽ അടുത്ത് കാഴ്ചയാണ്, സൈറ്റ്. നമുക്കിത് വളരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കരുതുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ പരിണാമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കാഴ്ച എന്ന് പറയുന്നത് വലിയൊരു റെവല്യൂഷൻ, ഒരു വിപ്ലവമാണ്. നമുക്ക് ചുറ്റുപാടുകളെക്കുറിച്ച് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമായിട്ട് പ്രകാശത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാഴ്ചയുടെ പ്രത്യേകത. ചുറ്റുപാടുകളിൽ നിന്നും തട്ടി പ്രതിഫലിച്ച് വരുന്ന പ്രകാശം നമ്മുടെ ശരീരത്തിൽ വീഴുന്നു. നമ്മുടെ കയ്യിലോ കാലിലോ ഒന്നും വീഴുന്ന പ്രകാശത്തെ ഈ കൈകൾക്കോ കാലുകൾക്കോ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. കണ്ണിൽ വീഴുന്ന പ്രകാശത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതായത് പ്രകാശം വീഴുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് കാഴ്ച. അപ്പോൾ നിക്ലെയിനിടെ വാദിക്കുന്നത് ഈ കാഴ്ച എന്ന് പറയുന്നത് തീരെ അപൂർവമായിട്ടുള്ള സംഗതി അല്ല എന്ന്. പക്ഷേ പണ്ട് അങ്ങനെയല്ലായിരുന്നു. കാഴ്ചയെ സ്വാധീനിക്കുന്ന റോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു തന്മാത്രയെക്കുറിച്ച് അദ്ദേഹം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ഈ റോഡോപ്സിൻ എന്ന് പറയുന്നത് എല്ലാ ജീവികളിലുമുള്ള ഒരു തന്മാത്ര തന്നെയാണ്. ഇതിന് പ്രകാശവുമായിട്ട് സംവേദിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചില ജീവികളിൽ ഈ റോഡോപ്സിൻ തന്മാത്രകൾ ഒരുമിച്ച് വന്ന് ഒരു പ്രത്യേക ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അവിടെ പ്രകാശം വീഴുമ്പോൾ അതൊരു ഇലക്ട്രിക് പൾസ് ഉണ്ടാക്കും. അപ്പോൾ പ്രകാശം വീഴുമ്പോൾ ഒരു ഇലക്ട്രിക് പൾസ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രകാശത്തെ തിരിച്ചറിയുക എന്ന് പറയുന്ന ഫലം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രകാശം വരുന്ന ദിശ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ എവിടെയെങ്കിലും തട്ടി വരുന്ന പ്രകാശത്തെയോ നേരിട്ട് വരുന്ന പ്രകാശത്തെയോ ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു വിവരം, ഒരു ഇൻഫർമേഷനാണ് ആ ജീവിക്ക് കിട്ടുന്നത്. അതിനെക്കുറിച്ചാണ് നിക്ലെയിൻ ഈ അധ്യായത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ചില ഉദാഹരണങ്ങളും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലൈൻഡ് ഷ്രിമ്പ് എന്ന് വിളിക്കുന്ന ഒരു കടൽ ജീവിയുണ്ട്. ഈ ബ്ലൈൻഡ് ഷ്രിമ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവയിലും ഈ റോഡോപ്സിൻ എന്ന് പറയുന്ന തന്മാത്രകൾ കാണാൻ പറ്റും. അവയ്ക്ക് ഒരു റെറ്റിനയുണ്ട്. റെറ്റിന എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശത്തെ ആഗിരണം ചെയ്ത് കാഴ്ച എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ടാക്കുന്ന ഭാഗമാണ് റെറ്റിന. പക്ഷേ ഇവിടെ ഈ റെറ്റിനയുടെ മുമ്പിൽ പ്രകാശത്തിനെ നമ്മുടെ കണ്ണിന് മുമ്പിലിരിക്കുന്ന ലെൻസ് പോലുള്ള ഒന്നും തന്നെ ഇല്ല. കാരണം ഈ ലെൻസാണ് പ്രകാശത്തിൽ നിന്നും ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നത്, ഫോക്കസ് ചെയ്യുക വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ലെൻസൊന്നുമില്ലാതെ ഒരു നേക്കഡ് റെറ്റിന ഈ ബ്ലൈൻഡ് ഷ്രിമ്പുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാഴ്ച എന്ന് പറയുന്നത് എല്ലാ ജീവികളിലുമുള്ള ചില ചേരുവകൾ വെച്ച് പരിണാമം ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഈ പറഞ്ഞ ലെൻസ് അതിനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന തന്മാത്രയും നമ്മുടെ ശരീരത്തിൽ മറ്റ് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഉള്ള തന്മാത്രകളൊക്കെ വെച്ച് തന്നെയാണ് ഈ കണ്ണ് എന്ന് പറയുന്ന ഒരു സങ്കീർണ്ണ അവയവത്തെ പരിണാമം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കോൺഷ്യസ്നെസ് പ്രത്യേകിച്ച് മനുഷ്യൻ്റേതുപോലുള്ള വലിയ സങ്കീർണ്ണ നാഡീശൃംഖലകളുള്ള ജീവികളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ നാഡീശൃംഖലകളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്നാണ് കൃത്യമായി വിവരിക്കാൻ നിക്ലെയിൻ ശ്രമിക്കുന്നത്. ഇവിടെ പൊതുവെ ബോധം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതിനെയൊക്കെ അല്പം ബോൾഡായിട്ടാണ് നിക്ലെയിൻ ഇവിടെ സമീപിക്കുന്നത്. അപ്പോൾ ഇനി അവസാന അധ്യായമായിട്ടുള്ള ഡെത്ത് അല്ലെങ്കിൽ മരണം.
ഈ മരണത്തെ അദ്ദേഹം പരിണാമത്തിലെ ഒരു കണ്ടെത്തലായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ കോശങ്ങൾക്ക് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോപ്റ്റോസിസ് എന്നതിനെ സാങ്കേതികമായിട്ട് വിളിക്കും. അതായത് ഈ കോശങ്ങൾക്കുള്ളിൽ തന്നെ സ്വയം നശിക്കാനുള്ള ഒരു പ്രോഗ്രാം കൂടി അടങ്ങിയിട്ടുണ്ട്. അതായത് കോശങ്ങൾ ഒരു പരിധിക്കപ്പുറം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവയുടെ ജനിതക പരിണാമങ്ങൾ ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകളിലേക്ക് പോലും കൊണ്ടെത്തിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണവും ജീവിവർഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് പുറമെ പലപ്പോഴും നമ്മുടെ ജീവിവർഗങ്ങൾ ഒരു പരിധിക്കപ്പുറം ജീവിച്ചിരിക്കുമ്പോൾ അവയുടെ അടുത്ത തലമുറയ്ക്ക് ഒരു തടസ്സമായിട്ട് മാറിയേക്കാം. അല്ലെങ്കിൽ നമ്മൾ ജീവിവർഗങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള ജീവികളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ജീവിവർഗമാണ് തുടരുന്നത്, ജീവികളല്ല. നമുക്കെങ്ങനെയാണ് ഈ മരണത്തിലേക്ക് എത്തിക്കുന്നത്? നമ്മൾ പറയുന്ന വാർദ്ധക്യ സഹജമായ അസുഖം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ മരണത്തിന് കാരണമായിട്ട്. അപ്പോൾ ഈ വാർദ്ധക്യ സഹജമായ ഏജിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾക്കെല്ലാം കാരണം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രക്രിയകൾ, മെറ്റബോളിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ. ഈ ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ചില ബൈ പ്രോഡക്റ്റുകൾ, പ്രത്യേകിച്ച് മൈറ്റോകോൺട്രിയയിൽ നിന്നൊക്കെ ലീക്ക് ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകൾ എന്നൊക്കെ വിളിക്കുന്ന ചില രാസവസ്തുക്കൾ, അത് നമ്മുടെ ഊർജ്ജ ഉൽപ്പാദനത്തിൻ്റെ എസെൻഷ്യൽ ബൈ പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും ഇത് പിന്നീട് കോശങ്ങളെ ഡാമേജ് ചെയ്യുന്നൊരു ഫലമാണ് ഉണ്ടാക്കുക. ഇങ്ങനെ കുറേ കാലം ജീവിക്കുമ്പോൾ ഇത്തരം ഡാമേജുകൾ പതിയെ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഏജിങ് എന്ന് പറയുന്ന വാർദ്ധക്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ മരണവും ആ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ പരിണാമത്തിലെ ഒരു പ്രധാന കണ്ടെത്തൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാം. ഭൂമിയിലെ ജീവിവർഗങ്ങളിൽ ഭൂരിഭാഗം ജീവികളും ഒരു പ്രത്യേക കാലം കഴിയുമ്പോൾ മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ആകെ തുക നോക്കിക്കഴിഞ്ഞാൽ നിക്ക് ലെയ്ൻ ഊർജം എന്ന് പറയുന്ന ഒരു സെൻട്രൽ ത്രെഡിനെയാണ് പിന്തുടരുന്നത് നമുക്ക് കാണാം. അതായത് ഊർജ്ജം ഉണ്ടാക്കാനുള്ള വഴികൾ, ഊർജ്ജം കൂടുതൽ എഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനുള്ള വഴികൾ, ഊർജ്ജം കൂടുതൽ ഉണ്ടായാൽ എങ്ങനെ, കുറഞ്ഞാൽ എങ്ങനെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ജീവിവർഗങ്ങളുടെ വരവിനെ മൊത്തത്തിൽ നിയന്ത്രിച്ചിരിക്കുന്നത് എന്നാണ് നിക്ക് ലെയ്ൻ വാദിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിനെതിരെയുള്ള ചില വിമർശനങ്ങളിൽപ്പെട്ട ഒന്ന് അതുതന്നെയാണ്. നിക്ക് ലെയ്ൻ എല്ലാത്തിനെയും ഈ ബയോ എനർജറ്റിക്സിൻ്റെ കണ്ണിലൂടെ നോക്കുന്നത് കൊണ്ട് എല്ലാം ഊർജ്ജത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതും പരിസരങ്ങളുടെ പ്രത്യേകതകൾ പോലുള്ള ചില ഡീറ്റെയിൽസിനെ അദ്ദേഹം അവഗണിക്കുന്നുവെന്നുമൊക്കെ ജീവശാസ്ത്രജ്ഞരിൽ പലരും ആരോപിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വ്യക്തിപരമായിട്ട് ഞാനിതിനെ കാണുന്നത് ഇത് വളരെ രസകരമായി അതേസമയം കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ ജീവൻ്റെ ചരിത്രം അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. പോപ്പുലർ സയൻസ് എന്ന രീതിയിൽ പുസ്തകം എഴുതുമ്പോൾ പൊതുവിൽ അതിൽ പ്രയോഗിക്കപ്പെടുന്ന പല രീതികളും, പ്രത്യേകിച്ച് ആഖ്യാന ശൈലിയിൽ വരുന്ന പ്രത്യേകതകൾ കൊണ്ട് പലപ്പോഴും അതിലേതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ കൂടുതൽ ആഴത്തിൽ അറിവുള്ള ആളുകൾക്ക് കുറേയേറെ ഭാഗങ്ങളിൽ കല്ലുകടി തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അത് മാത്രമല്ല, ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് വെറും ഒരു പോപ്പുലർ സയൻസ് പുസ്തകം എന്നതിനപ്പുറം പലയിടങ്ങളിലും വളരെ ഹാർഡ് കോർ സയൻസ് തന്നെ അവതരിപ്പിക്കാൻ നിക്ക് ലെയ്ൻ മുതിരുന്നുണ്ട്. ഇപ്പോൾ ബയോ കെമിസ്ട്രിയിലും ജിയോളജിയിലും ഒക്കെ ഉള്ള പല കാര്യങ്ങളും കുറച്ച് ആഴത്തിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഔപചാരികമായിട്ടുള്ള ട്രെയിനിങ് ഇല്ലാത്ത ഒരാൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഒന്നുകൂടി വായിക്കേണ്ടി വരും എന്ന തോന്നൽ ഉണ്ടാക്കിയേക്കാം. പക്ഷെ അപ്പോഴും ഇത് തുടക്കം മുതൽ അവസാനം വരെ വായിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശാസ്ത്ര കുതുകി അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും ഗുണമുള്ള ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ പുലർത്തുന്ന കണിശത, അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് മെത്തേഡിനോടുള്ള ഒരു പ്രതിബദ്ധതയും ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് എന്തൊക്കെ തെളിവുകളാണ് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ധാരണകളെ തിരുത്താൻ സഹായിച്ചത്, അതായത് പുതിയൊരു ആശയത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം ഇവിടെ പലയിടങ്ങളിലും വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള ഒരു സത്യസന്ധത, ഒരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റി നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ചിലയിടങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ ഒരുപക്ഷെ ഒരു സാധാരണ റീഡറെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി വായിക്കേണ്ടി വന്നേക്കാം എന്നൊരു തോന്നലുണ്ടാകാം. കാരണം അത് കുറച്ച് കൂടുതൽ സാങ്കേതികമായിട്ട് പോയിട്ടുണ്ടാകാം. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ ജീവശാസ്ത്രത്തിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ജീവികളുടെ ചരിത്രം മനസ്സിലാക്കാനും ഈ പല വിഷയങ്ങൾ, ജിയോളജിയും ഫിസിക്സും പോലുള്ള വിഷയങ്ങൾ എങ്ങനെയാണ്
ഇതിനെ വളരെ നിർണായകമായിട്ട് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുമൊക്കെ തീർച്ചയായിട്ടും ഇതൊരു മികച്ച പുസ്തകം തന്നെയാണ്. ഈ പുസ്തകത്തിന് തന്നെ പിന്നിൽ മാറ്റ് റിഡ്ലി എന്ന് പറയുന്ന ഒരു ആളിൻ്റെ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്. ഇഫ് ചാൾസ് ഡാർവിൻ സ്പ്രാങ് ഫ്രം ഹിസ് ഗ്രേവ് ഐ വുഡ് ഗീവ് ഹിം ദിസ് ഫൈൻ ബുക്ക് ടു ബ്രിങ് ഹിം അപ് ടു സ്പീഡ് എന്നാണ്. പരിണാമത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ചാൾസ് ഡാർവിൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നാൽ ഈ പുസ്തകം കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് എത്രത്തോളം രസകരമായിട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ആ ഒരു കോട്ട് നല്ലൊരു സൂചകമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മറ്റൊരു പുസ്തകത്തെ ബുക്ക് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബൈ.